വുഡ് സ്റ്റോറിയുടെ ഫാക്ടറി വരുന്നത് ഇന്തോനേഷ്യയിലാണ്. നിങ്ങളുടെ ആവശ്യപ്രകാരം ബൾക്ക് ഓർഡേഴ്സ് ആയിട്ട് ആ ഒരു റോയൽ സ്റ്റൈലിൽ ഇവർ ഫർണിച്ചർ ചെയ്തു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര പീസസ് ഏതൊക്കെ സ്റ്റൈലിലാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി അപ്രോച്ച് വുഡ് സ്റ്റോറി. അവർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. നമസ്കാരം. ആൻഡ് ഞാൻ എല്ലാ വർഷവും ചോദിക്കാറുള്ള ഒരു ബ്രാൻഡിനെ പറ്റിയിട്ട് തന്നെയാണ് ഞാൻ വീണ്ടും ചോദിക്കാനായിട്ട് പോകുന്നത്, വുഡ് സ്റ്റോറി. ആൻഡ് എന്താണ് ഈ വർഷത്തെ പ്രത്യേകതകൾ, എന്തൊക്കെയാണ് നമ്മൾക്ക് എത്തിയ മൈൽ സ്റ്റോൺസ് എന്തൊക്കെയാണ്? നമ്മൾ ഈ വർഷം നമ്മുടെ കപ്പാസിറ്റി നന്നായിട്ട് കൂട്ടിയിട്ടുണ്ട്. മാസം ഒരു 4 കണ്ടെയ്നർ വരെ ചെയ്യുന്ന രൂപത്തിലേക്ക്, ഹോൾസെയിൽ മാർക്കറ്റിലേക്ക് ചെയ്യുന്ന രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ 3-4 പ്രൊജക്റ്റുകൾ, ഒരു ഫുള്ള് വീട്ടിലേക്ക് വേണ്ട എല്ലാ ഫർണിച്ചറും, ഒരു 3-4 വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ ചെയ്യാൻ പറ്റുന്ന കോലത്തിലേക്ക് നമ്മൾ കപ്പാസിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കസ്റ്റമറുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഉണ്ട്. ഒരു കസ്റ്റമർക്ക് നമ്മളൊരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ ആ കസ്റ്റമർ തന്നെ നമുക്ക് അടുത്ത കസ്റ്റമറെ കൊണ്ടുതരുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ വളർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സർവീസും ക്വാളിറ്റിയൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ വർഷത്തെ ഹിഫിലുള്ള ആ ഒരു റെസ്പോൺസ് എങ്ങനെയുണ്ടായിരുന്നു? കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ബൾക്ക് ഓർഡറുകളൊന്നും സപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഞങ്ങൾ ഇന്തോനേഷ്യയിൽ പുതിയ ഫാക്ടറി സ്റ്റാർട്ട് ചെയ്തതോട് കൂടിയിട്ട് ആ പ്രോബ്ലംസ് ഞങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കസ്റ്റമേഴ്സിന് നമ്മൾ സിംഗിൾ പീസ് മുതൽ നമുക്കൊരു കണ്ടെയ്നർ വരെ സപ്ലൈ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് ഞങ്ങൾക്ക് എത്തിയിട്ടുണ്ട്. ഞങ്ങളെ കമ്പനി മാനേജ് ചെയ്യുന്ന ഞങ്ങളുടെ പാർട്ണറാണ് സുഹൈബ്. അത് വളരെ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. ഈ എക്സിബിഷന് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും നല്ലൊരു ഹൈ ഗ്രോത്തിൽ വുഡ് സ്റ്റോറിനെ എത്തിക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. ഓൾ ദി വെരി ബെസ്റ്റ്. ഇനിയും വരും വർഷങ്ങളിൽ ഒരുപാട് മൈൽ സ്റ്റോൺസ് ഒക്കെ കടന്ന് ഒരുപാട് ഓർഡേഴ്സ് ഒക്കെ ആയിട്ട് നമ്മൾക്കും ഇതുപോലെ അടിപൊളി പീസസ് ഒക്കെ കാണാനായിട്ട് സാധിക്കട്ടെ. അടുത്ത വർഷത്തേക്ക് നമ്മൾ കുറച്ചും കൂടി വൈഡായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടി നല്ല മോഡൽസുകൾ, കുറച്ച് ഞങ്ങളുടേതായ പുതിയ ഐഡിയകൾ ഫർണിച്ചറിലേക്ക് കൊണ്ടുവരാനുള്ളൊരു പരിപാടി ഉണ്ട് അടുത്ത വർഷത്തേക്ക്. അടുത്ത എക്സിബിഷൻ കുറച്ചും കൂടി നമുക്ക് വർത്തായിരിക്കും. ഓക്കെ, ഇന്തോനേഷ്യയിലാണ് ഫാക്ടറി കാര്യങ്ങളൊക്കെ വരുന്നത്. നിങ്ങൾക്ക് നാട്ടിലെ സ്റ്റോർ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ? മലപ്പുറം ജില്ലയിൽ കോട്ടയ്ക്കലാണ് ഞങ്ങളെ സ്റ്റോർ വരുന്നത്. ഞങ്ങളെ നല്ലൊരു ഡിസ്പ്ലേ സെന്ററിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ കസ്റ്റമേഴ്സിനൊക്കെ ഞങ്ങളെ പുതിയ പ്രൊഡക്റ്റുകൾ വിത്തിൻ 1 month കൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും തുറന്നു കൊടുക്കാൻ പറ്റും കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങളെ സ്റ്റോറിൽ നമ്മൾ ഇതിലും കൂടുതൽ വെറൈറ്റി പ്രൊഡക്റ്റുകൾ നെക്സ്റ്റ് മന്ത് മുതൽ ഞങ്ങൾക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. ഇന്നൊരു സൺഡേ ആണ്, ഒരുപാട് ആളുകൾ വരട്ടെ. ഇപ്പം നമ്മൾ 4ാമത്തെ വർഷമാണ് ഇവിടെ കൊഡീഷ്യയിൽ, കോയമ്പത്തൂർ. അപ്പോൾ എല്ലാവർക്കും ഒരു പ്രോമിസിംഗ് ആയിട്ട് മാറിയിട്ടുണ്ട് ഹിഫ്. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഇന്തോനേഷ്യൻ ഫർണിച്ചറിന്റെ ഡിസ്പ്ലേ സ്റ്റോർ ആണ് കോട്ടക്കിൽ വുഡ് സ്റ്റോറി തുടങ്ങാൻ പോകുന്നത്. HIF, Hindustan International Furniture Fair.